സംസ്ഥാന വ്യാപകമായി RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര കുന്നത്തുകാൽ ചിമ്മിണി വിദ്യാപീഠം, ആലപ്പുഴയിലെ മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂൾ, കണ്ണൂർ ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠം, കാസർഗോഡ് ബന്തെടുക്ക കക്കച്ചാൽ സരസ്വതി വിദ്യാലയം, തൃക്കരിപ്പൂർ ചക്രപാണി സ്കൂൾ, ചീമേനി വിവേകാനന്ദ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള കാല് കഴുകിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപരിഷ്കൃതമായ ചടങ്ങിനെതിരെ പുരോഗമന പ്രസ്ഥാനങ്ങൾ വന്നുകഴിഞ്ഞു. പ്രാകൃതമായ സംസ്കാരമെന്ന് SFIയും ബാലസംഘവും പ്രതികരിച്ചു. SFI സംസ്ഥാന നേതൃത്വം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകും. സംഘപരിവാർ വൽക്കരണത്തിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് SFI നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങളുമായി സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സുലേഖ, സംസ്ഥാന വ്യാപകമായി സംഘപരിവാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലാണ് കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിപ്പിച്ചത്. വലിയൊരു ദുരാചാരമെന്ന് നിസ്സംശയം നമുക്ക് വിളിക്കാൻ കഴിയും. ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമുയർന്നു. നടപടികളിലേക്ക് പോവുകയാണോ സംസ്ഥാന സർക്കാർ? ഇപ്പോൾ പല സ്കൂളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് നമ്മുടെ മുൻപിലേക്ക്. മനു, തീർച്ചയായും പല ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് ഇന്നലെയാണ് കൈരളി ന്യൂസ് പുറത്ത് കൊണ്ടുവന്ന ഒരു വാർത്തയാണ്. കൈരളി ന്യൂസാണ് ആദ്യം ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇത്തരത്തിൽ കണ്ണൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ഇപ്പോൾ ഒടുവിൽ തിരുവനന്തപുരത്ത് നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ, അതായത് വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴുകിച്ചു എന്നുള്ളൊരു വാർത്ത അത് പുറത്തു വരുന്നുണ്ട്. ഇതൊരിക്കലും തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ആലപ്പുഴയിലോ കണ്ണൂരോ കാസർഗോഡോ മാത്രം നടന്നൊരു സംഭവമല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രത്തോളം പ്രാചീനമായ രീതിയിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. പ്രാചീനമായ രീതിയാണ് പഠിപ്പിക്കുന്നത് എന്നത് തന്നെയാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കാസർഗോഡ് ബന്തെടുക്കയിലെ സരസ്വതി വിദ്യാലയത്തിൽ ഇത്തരത്തിലൊരു കാര്യം നടന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തു വരുന്നു. അതിന് പിന്നാലെ തന്നെ SFIയും DYFIയും അടക്കമുള്ള ബാലസംഘം അടക്കമുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. ഇതൊരിക്കലും നടത്താൻ പാടില്ലാത്ത സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെ തന്നെ ഇന്നിപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് മന്ത്രി തന്നെ പറഞ്ഞു, ഇത്തരത്തിലുള്ള ഒരു കാര്യം അത് പ്രാചീനമായ കാര്യമാണ്, അതൊരിക്കലും കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിച്ച കാര്യമല്ല, അതിൽ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടിയും ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് മന്ത്രി വി ശിവൻകുട്ടി തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CBSE വിദ്യാലയങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇനിയും ഒരുപാട് സ്കൂളുകളിൽ നിന്നുള്ള കാര്യങ്ങൾ പുറത്തു വരും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഉണ്ടായൊരു സംഭവം എന്ന് പറയുന്നത്, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു സ്കൂളിലെ പ്രധാന അധ്യാപിക ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അത് പിന്നീട് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടി ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ ഇങ്ങനെയാണ് ഈ ഒരു കാര്യമുള്ളത്. ഇതിനൊപ്പം തന്നെ SFI ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയെ കണ്ട പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നടപടി എടുക്കണം, ഇത് ഒരിക്കലും സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് പോകരുത് എന്നുള്ളത് തന്നെയാണ് SFI ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് ഇത്തരത്തിൽ അധ്യാപകരുടെ കാല് കഴുകിക്കുന്ന ഒരു സാഹചര്യമാണ് പല സ്കൂളുകളിലും ഉണ്ടാകുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ളൊരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. വിദ്യാർത്ഥികളുടെ മാനസിക നിലയെ പോലും ഇത് ബാധിക്കുമെന്നത് തന്നെയാണ് SFI ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി അത് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് മന്ത്രി വി ശിവൻകുട്ടിക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ നടപടി ഉണ്ടാകുമെന്നത് തന്നെയാണ് SFIയോട് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ അധ്യാപകരൊക്കെ തന്നെ ഈ സ്കൂൾ അധികൃതരൊക്കെ തന്നെയും പറയുന്നത് അധ്യാപകരുടെ കാലാണ് വിദ്യാർത്ഥികൾ കഴുകിയിട്ടുള്ളത് എന്നതാണ്. പക്ഷേ അതല്ല സത്യമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലപ്പുഴയിലടക്കം BJP പ്രവർത്തകരുടെ, RSS പ്രവർത്തകരുടെ കാലുകൾ അടക്കം വിദ്യാർത്ഥികളെ കൊണ്ട് സ്കൂളുകളിൽ കഴുകിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.